ഹല്ലേലൂയ. ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം കർത്താവ് കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ജീവിതത്തിൽ ചെയ്ത വലിയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, എന്നെ പേഴ്സണലി അറിയുന്ന പലർക്കും അറിയാം. ഞാൻ വളരെ പെട്ടെന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. ഞാൻ ജനിച്ചപ്പോൾ ഞാനൊരു നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞല്ലായിരുന്നു. ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റായിട്ടാണ് ജനിച്ചത്. ഹാർട്ടിന് വാൽവിന് ഹോളുണ്ടായിരുന്നു. ഈ പരിസരത്തുള്ള ഒട്ടുമിക്ക ഹോസ്പിറ്റലും, കാർമൽ ഹോസ്പിറ്റൽ, സമരറ്റൻ ഹോസ്പിറ്റൽ, അതോടൊപ്പം തന്നെ പല ഡോക്ടേഴ്സുമാരും മാറി മാറി ചികിത്സിച്ചിട്ടും സൗഖ്യമാകാതെ ഡോക്ടർമാർ ഓപ്പറേഷൻ നിശ്ചയിച്ച വ്യക്തിയാണ് 15 വയസ്സ് വരെയും. ആ വയസ്സിലാണ് ഞാൻ വിശ്വാസത്തിൽ കടന്നു വരുന്നത്. വിശ്വാസത്തിൽ കടന്നു വന്നപ്പോൾ ആദ്യം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് വർഷിപ്പാണ്. ആരാധനയാണ് എൻ്റെ ജീവിതത്തിലേക്ക് ആദ്യമായി എന്നെ മാറ്റിയ സംഭവം. ആരാധന എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടായി മാറിക്കഴിഞ്ഞപ്പോഴേക്കും പല ആരാധനയുടെ മധ്യയും ഞാൻ നിൽക്കുന്നത് വെറുതെ നിൽക്കാറില്ലായിരുന്നു. മതിമറന്ന് കർത്താവിനെ ആരാധിക്കുമായിരുന്നു. ഹല്ലേലൂയ. ഞാൻ ഇന്ന് പറയട്ടെ, എൻ്റെ ഹൃദയത്തിൻ്റെ മേൽ കത്തി വെക്കുവാൻ കർത്താവ് ഇടവരുത്തിയില്ല. എന്നാണ് സൗഖ്യമായതെന്ന് ചോദിച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് ഡേറ്റ് ഇല്ല. പക്ഷേ എന്നെ 15 വർഷം ചികിത്സിച്ച അതേ ഡോക്ടർ 17ാമത്തെ വയസ്സിൽ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഇവൻ്റെ വാൽവ് അടഞ്ഞിട്ടുണ്ട്, ഇവനിനി ഓപ്പറേഷൻ വേണ്ട. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു വൈകുന്നേരം നിമിഷവും കർത്താവിനെ ആരാധിക്കുമ്പോൾ എത്ര പാടിയാലും മതിവരാത്ത ഒരു പാട്ടാണ്. നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായി ഞാൻ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കരങ്ങളെ തട്ടി കർത്താവിന് ചേർന്ന് പാടി ആരാധിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ചേർന്ന് കരങ്ങൾ തട്ടിക്കൊണ്ട് ഹല്ലേലൂയ. ശക്തിയോടെ ചേർന്ന എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായി എൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ.